പ്രണയനൈരാശ്യം, പക, ഒപ്പം വരണമെന്ന ആവശ്യം ഒടുവിൽ തിരസ്കരിച്ചപ്പോൾ മൃഗീയമായി കത്തിച്ചു കൊന്നു. 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ നാളെ വിധി വരികയാണ്. പത്തനംതിട്ട കടമനിട്ട സ്വദേശിനി +2 വിദ്യാർത്ഥിനി ശാരിക കൊല്ലപ്പെട്ട കേസിലാണ് മുൻ സുഹൃത്ത് സജിൽ പ്രതിയായിട്ടുള്ളത്. അഡീഷണൽ ജില്ലാ കോടതി 1 കേസിൽ വിധി പറയുക. 2017 ജൂലൈ 14 വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ ഈ സംഭവം. പ്രണയനൈരാശ്യം, പക, ഒപ്പം വരണമെന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് ശാരിക മൃഗീയമായി കൊല്ലപ്പെട്ടത്. കടമനിട്ട കുരുവിച്ചിറ്റയിൽ വലിയച്ഛന്റെ വീടിന് പുറത്തായിരുന്നു അക്രമം. പെട്രോൾ ശരീരത്തിലൂടെ ഒഴിച്ച സജിൽ തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശാരികയെ ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് ഹെലികോപ്റ്റർ മാർഗം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജൂലൈ 22 മരണമടഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആദ്യം പോലീസും പിന്നീട് മജിസ്ട്രേറ്റും ശാരികയുടെ മരണമൊഴി രേഖപ്പെടുത്തി. സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി ശാരികയുടെ മുത്തശ്ശൻ വിചാരണ തുടങ്ങും മുമ്പ് മരണമടഞ്ഞു. ശാരികയെ ആക്രമിക്കുന്ന വേളയിൽ സാരമായി പരിക്കേറ്റ സജിൽ സംഭവസ്ഥലത്തു നിന്നും ഓടിമറയുന്നത് സമീപവാസികളായ മറ്റ് 4 പേർ കണ്ടിരുന്നു. വിചാരണ വേളയിൽ ഇവരുടെ മൊഴികൾ നിർണായകമായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ശാരികയുടെയും സജിലിന്റെയും ചികിത്സാരേഖകൾ, ശാരികയുടെ മരണമൊഴി എന്നിവയും പ്രോസിക്യൂഷൻ പ്രതിക്കെതിരായ പ്രധാന തെളിവുകളായി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2 ആഴ്ചയോളം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സജിലിന് വിടുതൽ കിട്ടിയതോടെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റിമാൻഡിലായ പ്രതിക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. കൊലപാതക സമയം സജിലിന് പ്രായം 21 വയസ്സായിരുന്നു. കടമനിട്ട സ്വദേശിയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.